Hello friends, welcome to 𝙑𝙤𝙬𝙬 സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് കുറച്ച് പോയിന്റ്സ് പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ സിബിൽ സ്കോർ അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് പെട്ടെന്ന് കൂട്ടാം. എന്നുവെച്ചാൽ നിങ്ങൾക്ക് സിബിൽ സ്കോർ പെട്ടെന്ന് കൂട്ടാൻ പറ്റുന്ന കുറച്ചൊരു 7 പോയിന്റ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പോയിന്റ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ക്രെഡിറ്റ് സ്കോർ ജനറേറ്റ് ആവാത്തവരാണെങ്കിലും അല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ നല്ലതായിട്ട് കുറഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ പെട്ടെന്ന് കൂട്ടാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ക്രെഡിറ്റ് സ്കോർ കൂട്ടിക്കഴിഞ്ഞാൽ കുറേ ഗുണങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടും, അതുപോലെ തന്നെ ലോൺസ് പെട്ടെന്ന് കിട്ടും. ലോൺസ് കിട്ടാൻ മാത്രമല്ല നിങ്ങൾക്ക് ലോൺസിലെ ഇൻട്രസ്റ്റ് ഭയങ്കര കുറവായിരിക്കും. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ലിമിറ്റും കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട്. പിന്നെ നമുക്ക് ഫൈനാൻഷ്യലായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് കിട്ടും. എന്ന് വെച്ചാൽ റിജക്റ്റ് ആവാനുള്ള പെർസെൻറ്റേജ് ഭയങ്കര കുറവായിരിക്കും സിബിൽ സ്കോർ നല്ലോണം ഉണ്ടെങ്കിൽ. എന്ന് വെച്ചാൽ ഇതെല്ലാം സിബിൽ സ്കോറിൻ്റെ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം സിബിൽ സ്കോർ വരുന്നത് 300 to 900 ഇടയിലാണ്. അതായത് 300 to 900 ഇടയിലാണ് സിബിൽ സ്കോർ വരുന്നത്. അതിപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഒരു 860 സിബിൽ സ്കോർ എന്ന് വിചാരിക്കുക. അപ്പം എന്ന് വിചാരിച്ചിട്ട് ആൾക്ക് അപ്ലൈ ചെയ്യുന്ന ലോണോ ക്രെഡിറ്റ് കാർഡോ എല്ലാം കിട്ടണമെന്നില്ല. എന്ന് വെച്ചാൽ ഇത് എല്ലാം ഒരു എന്താ പറയുക ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടല്ല ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. പക്ഷേ സിബിൽ സ്കോർ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ തന്നെയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങളിപ്പോൾ സിബിൽ സ്കോറോ അല്ലെങ്കിൽ ലോണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സിബിൽ സ്കോർ ചെക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം സിബിൽ സ്കോർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ക്രെഡിറ്റ് ബ്യൂറോകളുണ്ട് 4 ആക്ച്വലി ഇന്ത്യയിൽ. അപ്പോൾ അതിൽ നോർമലി സിബിൽ എന്ന് പറഞ്ഞാൽ ട്രാൻസ് യൂണിയൻ സിബിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കും നോർമലി ക്രെഡിറ്റ് കാർഡും ലോൺസുകളൊക്കെ നോക്കുക. പിന്നെ ബാക്കിയുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളും അങ്ങനെ കുറേ ഉണ്ട്, കുറേ അല്ല 3-4 ഉണ്ട്. അപ്പോൾ അതിൽ എക്സ്പീരിയൻസ് ചില പേ ലെറ്റർക്കാരും സംഭവങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ സിബിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. സിബിലിൻ്റെ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഓൺലൈൻ ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് നോക്കാൻ പറ്റും. അപ്പോൾ ആപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് വൺ കാർഡിൻ്റെ ആപ്പായിട്ടുള്ള വൺ സ്കോറിൻ്റെ ആപ്പിൽ നോക്കാം. പിന്നെ കുറേ അതിൽ നോക്കാം. നമുക്ക് ഇതുപോലെ ലോൺസ് തരുന്ന പൈസ ബസാറിൽ അങ്ങനെ കുറേ സംഭവത്തിൽ ഇപ്പോൾ ക്രെഡിറ്റ് സിബിൽ സ്കോർ ഫ്രീ ആയിട്ട് നോക്കാനൊക്കെ പറ്റൂട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും അതിന് നമ്മുടെ പോയിന്റ്സിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാനലിൽ പോയി ആമസോണിൽ തുടങ്ങിയിട്ടുണ്ടെന്നു നിങ്ങൾക്ക് ഇവിടെ URL കാണുന്നതിനായിരിക്കും ചെക്ക് കൊടുത്ത് നോക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിങ് കുറച്ചുകൂടി എളുപ്പമാക്കുള്ള ഒരു വെബ്സൈറ്റ് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നോക്കാൻ മറക്കണം. നമ്മളൊരു ഹോം പേജ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മൾ എല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും മറക്കണം കേട്ടോ. നമ്മൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, എത്ര കണ്ടു കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ പോയിന്റ്സിലേക്ക് ഇറക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മെയിൻ സബ്ജക്റ്റിലേക്ക് ഇറക്കാം. അതായത് നമുക്ക് പോയിന്റ് വൈസ് ആയിട്ട് തന്നെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 7 പോയിന്റ്സിലാണ് അത് നോട്ട് ആക്ച്വലി ഞാൻ നമ്മുടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിന്റിലേക്ക് കിടക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ ആണ്. ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ പെർസെൻറ്റേജ് എന്ന് അങ്ങനെ പറയാം, അല്ലെങ്കിൽ റേഷ്യോ എന്ന് അങ്ങനെ പറയാം. എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്കറിയായിരിക്കും നമ്മുടെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി മെയിനായിട്ടുള്ളവർക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ മെയിനായിട്ട് ക്രെഡിറ്റ് കാർഡ് വേറെ എന്തെങ്കിലും ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡോ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ലിമിറ്റ് ഓൾറെഡി ബാങ്ക് തന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു 1 lakh ലിമിറ്റ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളതിൽ മന്ത്ലി 30% മാത്രം യൂസ് ചെയ്യാം. അപ്പോൾ മാക്സിമം 30% മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഓരോ ബില്ല് അടയ്ക്കുമ്പോഴും അത് സിബിലേക്ക് റിപ്പോർട്ട് ആവുന്നുണ്ട്. അതുപോലെ തന്നെ സിബിലേക്കും ബാങ്കിലേക്കും എല്ലാത്തിലേക്കും റിപ്പോർട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ക്രെഡിറ്റ് സ്കോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അല്ല നിങ്ങളുടെ സിബിൽ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും. നമുക്ക് തന്നേക്കണ ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ലോൺ തന്നെയാണ്. അപ്പോൾ അവർക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആകെ ഒരു 30% മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് തോന്നും നമ്മളിപ്പോൾ ആൾ ഫുള്ളായിട്ട് നമ്മുടെ ലോണിനെ ഡിപ്പെൻഡഡ് അല്ല. അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ വേറെ ഒരു കാർഡോ അല്ലെങ്കിൽ ലോണോ അപ്ലൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർ ഇതാണ് ആയി നോക്കുക. അപ്പോൾ നമ്മൾ ഇത് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 lakh എല്ലാ മാസവും നമ്മൾ 80,000 9,000 ഉപയോഗിക്കുന്നുണ്ട് വിചാരിക്കുകയാണെങ്കിൽ അപ്പോൾ അവർ നോക്കുമ്പോൾ പറയും ഇങ്ങനെ എല്ലാം ഈ ലോണിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇൻകം അതിനും വലിയ കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് അങ്ങനെയാണ് ഒരു ഇംപ്രഷൻ വരിക. അതുകൊണ്ടാണ് ആക്ച്വലി നമ്മൾ ഈ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ്റെ മെയിൻ കാര്യം പറയണം. അപ്പോൾ ഒരു 30% മാക്സിമം 30% ആണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒരു 50% പോകാം, എന്നാലും 30% ആണെങ്കിൽ ഏറ്റവും നല്ലത്. ഇപ്പോൾ 30% ആകുമ്പോൾ അപ്പോൾ അവർക്ക് തോന്നും നമ്മൾ ശരിക്കും ഇതിൽ നമ്മുടെ ഈ ക്രെഡിറ്റിലേക്ക് അത്രയ്ക്കും ഡിപ്പെൻഡ് ആയിട്ടൊരു ഒരാളല്ല. അപ്പോൾ ഇവർക്ക് ഇയാൾക്ക് ഇനിയും ലോൺ കൊടുത്താൽ അല്ലെങ്കിൽ തന്നെ കാറ് കൊടുത്താൽ കുഴപ്പമില്ല എന്ന് അപ്പോൾ അവർക്ക് തന്നെ ഒരു ഇംപ്രഷൻ വരും. അപ്പോൾ അതാണ് മെയിൻ കാര്യം പറയാൻ കാരണം ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം 30% ആക്കാൻ നോക്കുക. പിന്നെ അതിനൊരു വഴിയുണ്ട് ആക്ച്വലി. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരാൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് ഉള്ളൂ.
അപ്പോൾ ആക്ച്വലി ചിലപ്പോൾ ആൾക്ക് വേണമെങ്കിൽ ഒരു മാസം നമുക്ക് ചിലപ്പോൾ ഒരു 50,000 സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുക എല്ലാ മാസം. അപ്പോൾ നമ്മൾ 50,000 ഒരു കാർഡ് വെച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഡെബിറ്റ് കാർഡിലെ അക്കൗണ്ടിൽ ഉണ്ടായാൽ തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറെ ഉപയോഗങ്ങളുണ്ടെന്ന് വെച്ചാൽ റിവാർഡും ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലത്തെ ടൈപ്പ് ക്രെഡിറ്റ് കാർഡുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിൽ കൂടെ തന്നെ ഉപയോഗിക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ക്രെഡിറ്റ് കാർഡ് എടുത്ത് വെക്കാം. അപ്പോൾ നിങ്ങളുടെ ഒന്നെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വേറെ എടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് ലിമിറ്റ് കൂട്ടാനുള്ള റിക്വസ്റ്റ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് നല്ല ഇൻകം ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് ലിമിറ്റ് ഇൻക്രീസ് ഒക്കെ പെട്ടെന്ന് കിട്ടും. പിന്നെ പ്രത്യേകിച്ച് മെയിനായിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഇൻക്രീസ് കിട്ടാൻ മിനിമം ഒരു 6 മാസം കഴിഞ്ഞാൽ ചാൻസ് കൂടുതലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 1 lakh ഉള്ള ഒരു 50,000 സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്രെഡിറ്റ് ലിമിറ്റ് കൂടി 2 ലക്ഷം ആയി കഴിഞ്ഞാൽ പിന്നെ 50,000 സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 30% താഴെ യൂട്ടിലൈസേഷൻ വരുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഒന്നെങ്കിൽ വേറെ കാർഡ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് ലിമിറ്റ് കൂട്ടാനുള്ള റിക്വസ്റ്റ് കൊടുക്കുക ബാങ്കിനിട്ട്. അപ്പോൾ അത് ഡിപ്പെൻഡ് ആണ്. റിക്വസ്റ്റ് കൊടുത്തോണ്ട് കൂടണമെന്നില്ല, അത് ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മുടെ ഇൻകം സംഭവങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഒരു ക്രെഡിറ്റ്. നോർമലി ഒരു 6 മാസം 8 മാസമൊക്കെ ആകുമ്പോൾ നമ്മളെ ക്രെഡിറ്റ് കാർഡിൽ അത്യാവശ്യം നല്ല യൂസ് ആണെങ്കിൽ പിന്നെ ഡ്യൂ ഡേറ്റും അതിനൊന്നും പേയ്മെൻറ്റൊന്നും മിസ്സായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലി ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടുന്നതാണ് ഇൻക്രീസ്. അത് ഡിപ്പെൻഡ് ആണ് പക്ഷേ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. നമ്മുടെയൊക്കെ ഇപ്പോൾ ഡോണ്ട് ക്യാൻസൽ യുവർ ഓൾഡ് കാർഡ്സ്. അതായത് നിങ്ങൾക്കിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡ് നിങ്ങളിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് എടുത്ത ക്രെഡിറ്റ് കാർഡ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അതായത് RBL ക്രെഡിറ്റ് കാർഡ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 കൊല്ലം 4 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ ക്യാൻസൽ ചെയ്തു വിചാരിക്കാം. അപ്പോൾ നമ്മുടെ ആ ക്രെഡിറ്റ് ഹിസ്റ്ററി അവിടെ പോയി. അപ്പോൾ നമ്മൾ ഇനി ചിലപ്പോൾ പുതിയൊരു ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുണ്ടായിരിക്കും, അതിന് ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടായി വരണുള്ളൂ. പിന്നെ ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ വല്ല ലോണോ കാര്യങ്ങളൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് ശരിക്കും പണി കിട്ടുക. അപ്പോൾ നമുക്ക് നമ്മുടെ സിബിൽ റിപ്പോർട്ടിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് ഹിസ്റ്ററി ഇല്ലെങ്കിൽ അത് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ ലോങ് ടൈം ആയിട്ട് ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡ് ക്യാൻസൽ ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. മാക്സിമം ലിമിറ്റേഷൻസ് വെച്ച് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുക. എന്താ വെച്ചാൽ അത്രയ്ക്ക് ലോങ് ആയിട്ടുള്ള സംഭവം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അത് സിവിൽ റിപ്പോർട്ടിന് എന്തായാലും നെഗറ്റീവായിട്ട് ബാധിക്കും കേട്ടോ. പിന്നെ നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്, അതായത് നമ്മുടെ പേയ്മെൻറ്റ് ഡ്യൂ ചെയ്യരുത്. അപ്പോൾ നെവർ ഡിലേ യുവർ പേയ്മെൻറ്റ്, അതായത് പേയ്മെൻറ്റ് മിസ് ചെയ്യരുത്. അങ്ങനെ വേറെ ഇതിൽ പറയാം. അപ്പോൾ പേയ്മെൻറ്റ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ സിബിൽ റിപ്പോർട്ട് ഫുൾ ഡാമേജ് ആവും. പിന്നെ സിബിൽ റിപ്പോർട്ട് ഡാമേജ് ആയവർക്ക് അറിയായിരിക്കും. ഇപ്പോൾ പിന്നെ അത് കയറ്റി വരാൻ ഭയങ്കര പാടാണ്. ഡാമേജ് ആകുമ്പോൾ പെട്ടെന്ന് നല്ല സുഖമാണ്, പക്ഷേ കയറ്റി വരാൻ ഭയങ്കര പാടാണ്. അപ്പോൾ സിബിൽ റിപ്പോർട്ട് ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ലോണോ ഫൈനാൻഷ്യൽ ചിലപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ മെഡിക്കൽ ലോണോ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും, എപ്പോഴും ആവശ്യം വരാൻ പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എഡ്യൂക്കേഷൻ ലോൺ അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ടല്ലോ, ഹൗസിംഗ് ലോൺ, ഇതൊക്കെ എപ്പോഴും ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ചാൻസ് മിസ്സാവും. നിങ്ങൾക്ക് ഒരു പേയ്മെൻറ്റ് മിസ്സായെന്ന് സിബിൽ റിപ്പോർട്ടിൽ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഒരു ബാങ്കോ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ലോൺ തരാനോ കാർഡ് തരാനോ ഭയങ്കര പാടാണ് കേട്ടോ. 10% പോലും ചാൻസ് ഇല്ല. അപ്പോൾ അത് നിങ്ങൾ മിസ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ഇവിടെ ക്രെഡിറ്റ് കാർഡ് കമ്പനി ഫുള്ള് ഇങ്ങനെ അടിച്ച് നമ്മുടെ എന്താ പറയുക, നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ പഴയ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ബ്രാൻഡും അതുപോലെ തന്നെ SBI കാർഡും ലാസ്റ്റ് ക്വാർട്ടറിൽ അവർ പ്രോഫിറ്റ് വന്നേക്കുന്നത് 70% വന്നേക്കുന്നത് എന്താ പറയുക ലേറ്റ് ഫീ പേയ്മെൻറ്റിൽ നിന്നും ഇൻട്രസ്റ്റ് നിന്നൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ തന്നെ അറിയാം, നിങ്ങൾക്ക് ഇന്ത്യയിൽ പകുതിയല്ല 3/4 ആൾക്കാരും ഈ ലേറ്റ് പേയ്മെൻറ്റും അങ്ങനെ സംഭവങ്ങളൊക്കെ അടച്ചിട്ടാണ് അടയ്ക്കുന്നത്. എന്ന് വെച്ചാൽ കുറേ പേർക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമ്മൾ കാർഡിൽ നിന്ന് ലോൺ എടുത്തു ഇനിയിപ്പോൾ തിരിച്ചടയ്ക്കുന്നു വേണ്ടല്ലോ എന്ന്. അപ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ചിട്ട് അങ്ങനെ കുറേ പേര് നമ്മളോട് തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അത് മെയിൻലി പേ ലെറ്റർക്കാരാണ് ചോദിക്കുന്നത്. പക്ഷേ ക്രെഡിറ്റ് കാർഡിൽ ഇങ്ങനെ ചോദിക്കുന്നത് നോർത്തിലൊക്കെ കുറേ ഏരിയയിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചില ഏരിയയിൽ നമ്മുടെ പിൻകോഡ് അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നോട്ട് എലിജിബിൾ എന്ന് പറഞ്ഞ് വരും. ഇത് മാത്രം ചിലപ്പോൾ ചില ഏരിയയിൽ സർവീസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ വേറെ കുറേ ഏരിയ അങ്ങനെ നോർത്തിൽ കുറേ ഏരിയയിലുണ്ട്. എന്ന് വെച്ചാൽ ആ പിൻകോഡ് ഏരിയയിലേക്ക് ബാങ്ക് കൊടുക്കില്ല. എന്ന് വെച്ചാൽ അവിടുത്തെ മെജോറിറ്റി ആൾക്കാരും ഇങ്ങനത്തെ ആൾക്കാരാണ്. എന്ന് വെച്ചാൽ ലോൺ തിരിച്ചടയ്ക്കാത്ത ആൾക്കാരാണ്. എന്ന് വെച്ചാൽ എടുത്തു ഇനി തിരിച്ചടയ്ക്കൊന്നും വേണ്ടല്ലോ, അങ്ങനത്തെ ഒരു മൈൻഡ് ഓഫ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ ഇത് വരും, ലിമിറ്റേഷൻസ് വരുന്നതുകൊണ്ട്. എന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് കമ്പനി മാക്സിമം ലാഭം ഉണ്ടാക്കുന്നത് നമ്മുടെ എന്താ പറയുക ഈ ലേറ്റ് പേയ്മെൻറ്റൊന്നും ഫൈൻസൊന്നും കമ്മീഷനൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോകാം. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡോണ്ട് അപ്ലൈ റാൻഡം ലോൺസ് ആൻഡ് കാർഡ് മൾട്ടിപ്പിൾ ടൈംസ്. അപ്പോൾ അതായത് നിങ്ങളിപ്പോൾ ഒരു കാർഡ് അപ്ലൈ ചെയ്തു, നിങ്ങൾക്ക് റിജക്റ്റായി. അപ്പോൾ അപ്പോൾ തന്നെ അടുത്ത കാർഡ് അപ്ലൈ ചെയ്തു, അതും റിജക്റ്റായി. പിന്നെ അപ്ലൈ തന്നെ അപ്ലൈ ചെയ്തു, അതും റിജക്റ്റായി. പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ലോണിൻ്റെ ഓഫർ നിങ്ങൾ ഒരു ആപ്പിൽ വന്നു, അതും അപ്ലൈ ചെയ്തു. അപ്പോൾ ഇങ്ങനെ കുറേ സാധനം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കാർഡ് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശരി നോർമലി 10 പോയിൻ്റൊക്കെയാണ് നമ്മൾ ക്രെഡിറ്റ് സ്കോറിന് കുറയുക. പക്ഷെ അത് കുറയണമാകുമ്പോൾ മൾട്ടിപ്പിൾ ആകുമ്പോൾ അത് നമ്മുടെ സ്കോർ കുറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ സ്കോർ കുറയും. പിന്നെ ഞങ്ങൾക്ക് അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാനാണ് പാട്, കുറയ്ക്കാൻ വലിയ പാടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് അപ്ലൈ ചെയ്യാണ്ടിരിക്കുക, പ്രത്യേകിച്ച് റിജക്റ്റ് ആകുമ്പോൾ. പിന്നെ നമുക്ക് ഇനി അടുത്താമത്തെ 5ാമത്തെ പോയിന്റിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളൊരു ലോൺ എടുത്ത് അത് പെട്ടെന്ന് അടച്ചു തീർക്കാൻ നോക്കുക. അതായത് ടേക്ക് ലോൺ ആൻഡ് റീപേ ഇറ്റ് ഫാസ്റ്റ്. അതായത് ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ലോൺ അടച്ച് തീർക്കാൻ നോക്കുക. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ EMI, അതായത് നോ കോസ്റ്റ് EMI എന്ന സംഭവം ഇഷ്ടംപോലെ അവൈലബിൾ ആണ്.
അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം, നമ്മളൊരു ഫോൺ വാങ്ങിക്കാൻ പോയി, നമ്മളൊരു 50,000 രൂപയുടെ ഫോൺ വാങ്ങിക്കാൻ പോയി, നമ്മുടെ അക്കൗണ്ടിൽ ആക്ച്വലി 50,000 ഉണ്ട്, നമുക്ക് സാലറി കിട്ടിയെന്ന് വിചാരിക്കാം 50,000 രൂപ. അപ്പോൾ നമ്മൾ ആ കാശ് കൊണ്ട് ഫോൺ എടുക്കാൻ പോയി, അവിടെ നോക്കിയപ്പോൾ നമുക്കൊരു നോ കോസ്റ്റ് EMI ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ നോ കോസ്റ്റ് EMI എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാഭമാണ് ആക്ച്വലി. എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു സിബിൽ സ്കോർ കറക്റ്റായിട്ട് എടുക്കാനും പറ്റും, നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു പ്രോസസ്സിംഗ് ചാർജ് ഇതായിട്ട് പോകുന്നാലും എന്നാലും വലിയ ഇതായിട്ട് നമുക്ക് മാസം അടച്ചാൽ മതി. പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് എമൗണ്ട് നമ്മുടെ 50,000 അടിച്ചു പോകില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 മാസം നമുക്ക് എടുക്കുകയാണെങ്കിൽ 3 മാസം കൊണ്ട് നമ്മുടെ ലോൺ റീപേയ്മെൻറ്റും ചെയ്യാം. അത് സിബിൽ റിപ്പോർട്ടിലേക്ക് റിപ്പോർട്ടാവും, നിങ്ങളുടെ സിബിൽ സ്കോർ കൂടും ചെയ്യും, നമുക്ക് സാധനം കിട്ടും, നമ്മുടെ ലിക്വിഡ് ക്യാഷ് നമ്മുടെ കയ്യിലിരിക്കും ചെയ്യുന്നത്. വെച്ചാൽ ഹ്യൂജ് എമൗണ്ട് ആയിട്ട് പോകില്ല, നമുക്ക് വേറെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത നമുക്കുണ്ട്. അപ്പോൾ അല്ലാതെ ഈ ക്രെഡിറ്റ് സ്കോറിൻ്റെ നോ കോസ്റ്റ് EMI നമുക്ക് പ്രത്യേകിച്ച് ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആമസോൺ പേൻ്റെ ICICI കാർഡിലൊക്കെ നമുക്ക് നോ കോസ്റ്റ് EMI ഉണ്ട് ആമസോണിൽ എടുക്കുമ്പോൾ. പിന്നെ നമുക്ക് 6ാമത്തെ പോയിന്റിലേക്ക് പോവാം. ഈ സിബിൽ സ്കോർ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാണ്ടിരിക്കുക. നോർമലി സോഫ്റ്റ് ചെക്കിങ്ങിനൊന്നും എടുക്കാറില്ല, പക്ഷേ ഡെയിലി ഇപ്പോൾ കുറേ പ്രാവശ്യം അങ്ങനെ ചെക്കിങ് വന്നു കഴിഞ്ഞാൽ ആക്ച്വലി സിബിൽ സ്കോർ കുറയ്ക്കാറുണ്ട്. അത് സോഫ്റ്റ് ചെക്കിങ് ആയാലും തന്നെ ചാൻസ് കൂടുതലാണ് കുറയാൻ. ഞാൻ എക്സാമ്പിൾ പറയുന്നത് നമ്മളിപ്പോൾ ഒരു ദിവസം 2 അങ്ങനെയല്ല പറയണത്, ഒരു 10 20 ഒക്കെ ഒരുമിച്ചൊക്കെ നോക്കി കഴിഞ്ഞാൽ കുറയും. അതാണ് ഞാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കിനി 7ാമത്തെ പോയിന്റിലേക്ക് പോകാം. ഇത് ആക്ച്വലി ക്രെഡിറ്റ് സ്കോർ ഇല്ലാത്തവർക്കാണ്, അതായത് പുതിയ ആൾക്കാർക്ക്. അത് നിങ്ങൾക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാൻ ഏറ്റവും നല്ല ചോയ്സ് എന്ന് പറയുന്നത് FD ക്രെഡിറ്റ് കാർഡാണ്. അതപ്പോൾ എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ 1 കാർഡ് ലൈറ്റ്. അപ്പോൾ നമ്മുടെ FD ക്രെഡിറ്റ് കാർഡ് ഇഷ്ടംപോലെ ആൾക്കാരിൽ എല്ലാവർക്കും ഉണ്ട്. ICICI ബാങ്കിനുണ്ട്, HDFCക്ക് ഉണ്ട്, അപ്പോൾ കുറേ ടൈപ്പ് ബാങ്കിനുണ്ട്. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 6 മാസമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കറക്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടാ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ ബിൽഡ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നോർമലി ക്രെഡിറ്റ് സ്കോർ ഇല്ലാത്തവർക്ക് നോർമലായിട്ടുള്ള ഒരു അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ ചാൻസ് കുറവാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അത്രയ്ക്കും സാലറീഡ് ആയിട്ട് ആൾക്കാരായിരിക്കണം, അത് നമ്മൾ കൊടുത്തിട്ട് വേണം നമുക്ക് അതിൻ്റെ ബേസിൽ കിട്ടാൻ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാൻ ഇങ്ങനെ ഒരു ചാൻസ് നോക്കി ഏറ്റവും നല്ല ചോയ്സാണ് FD ക്രെഡിറ്റ് കാർഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് EMI കാർഡോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ BNPL, അതായത് പേ ലേറ്റർ സർവീസ് കണക്ക് ഉപയോഗിക്കാം. പക്ഷേ കറക്റ്റായിട്ട് പേ ചെയ്യണം. പേ ലേറ്റർ സർവീസിൻ്റെ ഇപ്പോൾ റൂൾസും കാര്യങ്ങളൊക്കെ മാറാൻ പോകുന്നൊക്കെ പറയുന്നുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ഇത്ര കാലം നമ്മൾ നോർമൽ നമുക്ക് എടുക്കാണ്ട് പോലെയായിരുന്നു. എന്താ വെച്ചാൽ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ടോട്ടൽ എമൗണ്ടിലേക്ക് തന്നെ വരും. പക്ഷേ ഇപ്പോൾ അത് മാറ്റിയിട്ട് എന്തോ ഇപ്പോൾ സ്ലൈസൊക്കെ മാറ്റിയിട്ടുണ്ട്. സ്ലൈസ് ഉപയോഗിക്കുന്നവർക്ക് ഒന്നുണ്ടായിരിക്കും ഇമെയിലും കാര്യങ്ങളൊക്കെ. ഞാൻ എന്തായാലും അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ വേറെ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു 7 പോയിന്റ് വരുന്നത്. അപ്പോൾ ഈ 7 പോയിന്റ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സിബിൽ സ്കോർ ഇമ്പ്രൂവ് ആവുന്നതിനും നിങ്ങൾക്ക് വേറെ ലോൺസും കാർഡും കിട്ടാനൊക്കെ ചാൻസ് ഭയങ്കര കൂടുതലുണ്ട്. അപ്പോൾ ഇത് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഞാൻ എന്തായാലും പോയിന്റ് വൈസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ പെട്ടെന്ന് എളുപ്പത്തിന് മനസ്സിലാവാൻ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ അതിൻ്റെ ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മൾ എല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.